ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യവും കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവവചനം കേൾക്കുവാൻ ജീവിതത്തിൽ ഒരവസരവും കൂടി കർത്താവ് നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നാം ഓരോരുത്തരും ദൈവവചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്നു. ദൈവമക്കളെ, വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഏക മനസ്സ്, ഏക ഹൃദയം. ഏകാഗ്രതയോടെ നാം ദൈവസന്നിധിയിലിരിക്കുക. നമ്മുടെ നിരാശകളെ നാം മറക്കുക. നമ്മുടേതായ ഇല്ലായ്മകളിലേക്ക് നാം നോക്കാതെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന ഉപകാരങ്ങളിലേക്ക് നാം നോക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവം നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവമക്കളെ, തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം ഇതുവരെയും നടത്തിയ വിധങ്ങൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, നാം അത് ഓർത്തോർത്ത് നാം ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് നാം അങ്ങനെ ആ ദൈവമുഖത്തേക്ക് ഇതുവരെയും നടത്തിയ ദൈവത്തെ ഓർത്ത്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നാം എത്ര പേര് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മുഖം എപ്പോഴും പ്രകാശിച്ചിരിക്കും. അവരുടെ മുഖം നിരാശയില്ല, അവർക്ക് നിരാശയില്ല, അവർക്ക് പരിഭവങ്ങളില്ല. ദൈവമക്കളെ, എപ്പോഴും എൻ്റെ യേശു എന്നെ കാണുന്നു, എൻ്റെ യേശു എന്നെ അറിയുന്നു, എൻ്റെ യേശു എനിക്ക് നന്മയ്ക്ക് ചെയ്യുകയുള്ളൂ. ആ യേശുവിനെ എനിക്ക് തിരിച്ച് സ്നേഹിക്കണം. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ യേശുവിനെ എനിക്ക് തിരിച്ച് സ്നേഹിക്കണം. വീണ്ടും സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 103-ാം സങ്കീർത്തനം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവമക്കളെ, ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. സ്വർഗത്തിലെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ സകല അകൃത്യങ്ങളെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദൈവമക്കളെ, അകൃത്യങ്ങളെല്ലാം മോചിച്ചു തന്ന ദൈവം, എൻ്റെ അകൃത്യങ്ങളെല്ലാം എനിക്ക് മോചിച്ചു തന്ന ദൈവം. ഞാൻ എൻ്റേതായ ഒരു പരിശ്രമം കൊണ്ടും എൻ്റേതായ ഒരു കഴിവ് കൊണ്ടും എൻ്റെ പാപത്തിന് പരിഹാരം കിട്ടുകയില്ല. ഞാൻ ചെയ്തു പോയ സകല പാപങ്ങൾക്കും പരിഹാരകനായി ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അവൻ്റെ ക്രൂശ് മരണത്തിലൂടെ, ആ രക്തത്തിലൂടെ എൻ്റെ സകല പാപങ്ങളും എൻ്റെ യേശു മോചിച്ചു തന്നു എന്നുള്ള ആ സന്തോഷവും ആ സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുമ്പോൾ, നാം അത് വിശ്വസിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അത് നാം അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും നമ്മെ അലട്ടാതെ, അതൊന്നും നമ്മെ ഏശാതെ, എന്തെല്ലാം സംഭവിച്ചാലും, ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും, എൻ്റെ ശരീരം രോഗഗ്രസ്തമായി തീർന്നാലും, എനിക്ക് സാമ്പത്തികമായി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിലും, എന്തെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും അതൊന്നും എന്നെ യേശുകയില്ല. എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. അവനാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ തരുന്ന ആയുസ്
എനിക്ക് എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കണം. ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ പറയാൻ കാരണമുണ്ട്, ദാവീദ് പറയാൻ കാരണമുണ്ട്. ദാവീദ് വെറും ഒരാട്ടിടയനായിരുന്നു. ആടുകളുടെ തൊഴുത്തുകളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് നിത്യനായ ദൈവം കണ്ടു. സ്വർഗത്തിലെ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, അവന് നന്ദിയുണ്ട് ദൈവത്തോട്, അവനെ രക്ഷിച്ച ദൈവത്തോട്, അവനെ തിരഞ്ഞെടുത്ത ദൈവത്തോട് അവന് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ആ ഏലാ താഴ്വരയിൽ ഫിലിസ്തീനായ ആ ഗോലിയാത്തുമായിട്ടുള്ള ആ യുദ്ധത്തില് ഗോലിയാത്ത് പലതും പറയുന്നുണ്ട്, അവനെ നിന്ദിക്കുന്നുണ്ട്, അവനെ പഴിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ ഒന്ന് പറഞ്ഞു, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. അവനും സാക്ഷ്യം പറയാനുണ്ട്, അവനും രാജാവിനോട് അനുഭവം പറയാനുണ്ട്. എന്താണ് അവൻ്റെ അനുഭവം? ഞാൻ ഒരിക്കൽ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും എൻ്റെ നേരെ വന്നു, എൻ്റെ ആടിനെ പിടിച്ചു, ഞാൻ അതിനെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ താടയെല്ലിലെ പിടിച്ച് അടിച്ചു കൊന്നു. ദൈവമക്കളെ, അത്ഭുതകരമായി സ്വർഗത്തിലെ ദൈവം ദാവീദിനെ നടത്തിയതിനെ ദാവീദ് എന്നും ഓർക്കുകയാണ്. ദാവീദിന് ദൈവത്തോടുള്ള നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഗോലിയാത്ത് യോദ്ധാവായ വ്യക്തി ഫെലിസ്ത്യ നിരകളിൽ നിന്ന് വന്ന് ദാവീദിനെ വെല്ലുവിളിക്കുമ്പോൾ ദാവീദ് ഒട്ടും ഭയമില്ലാതെ ആ യുദ്ധത്തിൽ ജയിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവമക്കളെ, നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഇതുവരെ നയിച്ചു കൊണ്ടുവന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. ദൈവമക്കളെ, അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ അവനിലേക്ക് നോക്കുക, അവൻ്റെ ഇഷ്ടം നാം നിറവേറ്റുക. നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു. സ്വർഗത്തിലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ ആ ഹിതം മുഴുവൻ എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ചെയ്ത് നിറവേറ്റിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് അക്കരെ ദേശത്തേക്ക് കടന്നു പോകണമെന്നുള്ള ആ സമർപ്പണം നമുക്കുണ്ടെങ്കിൽ, ദൈവമക്കളെ, ആ തിരഞ്ഞെടുത്ത ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. ഇനിയുള്ള കാലം എൻ്റെ യേശുവിനെ എനിക്ക് നന്ദിയോടെ വാഴ്ത്തിപ്പാടണം, അവൻ്റെ വേല എനിക്ക് ചെയ്യണം. അതിനുള്ള സമർപ്പണം എടുക്കേണ്ട ഒരു ദിവസമാണ്, അതിനുള്ള സമയമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, അവൻ്റെ ഹിതം ഞാൻ നിറവേറ്റുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് പാടാം. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ, യോഗ്യത ലേശവും ഇല്ലാതെ ആയുസ്സിലിതുപോലൊരു ഭാഗ്യം, ആയുസ്സിലിതുപോലൊരു ഭാഗ്യം, ജയ ജയ ജീവിത രഹസ്യമിത്, മരുവിലെ ജീവിത സമരത്തിൽ, മരുവിലെ ജീവിത സമരത്തിൽ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിന് മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. യാക്കോബിനോടുള്ള ബന്ധത്തിൽ ദൈവം അരുളി ചെയ്ത കാര്യം, ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു. ദൈവം വചനം യാക്കോബിന് കൊടുത്തു. ദൈവവചനത്തെ പൂർണ്ണമായിട്ടും യാക്കോബ് അനുസരിച്ചു, വിധേയപ്പെട്ടു. എന്തിനു വേണ്ടി?
ഒരു ഉണർവുണ്ടാവാൻ വേണ്ടി, ജീവിതത്തിൽ ഒരു പുതുക്കത്തിന് വേണ്ടി, വ്യക്തിപരമായ ഒരു പുതുക്കം നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് ചൈതന്യത്തോടെ, ഉന്മേഷത്തോടെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു ആത്മീകമായ ഒരു പുതുക്കം ആവശ്യമാണ്. ആ പുതുക്കത്തിന് വേണ്ടതായ ഒരു കാര്യങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത്. നാം ചിന്തിച്ചു, ഒന്നാമത് യാക്കോബിന് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. ആ യാക്കോബ് മുൻപ് കേട്ടതുപോലെയുള്ള വചനമല്ല. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി യാക്കോബിനോട് സംസാരിച്ച ആ വചനം പൂർണ്ണമായിട്ടും അനുസരിക്കുവാൻ യാക്കോബ് തീരുമാനിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ എന്താണ് യാക്കോബ് ഉടനെ ചെയ്തത്? നീ പുറപ്പെട്ട് ബേതേലിൽ ചെന്ന് പാർക്ക എന്ന് നിത്യനായ ദൈവം കൽപ്പിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് ബേതേലിലേക്ക് പോകുന്നതായിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത്. എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മടങ്ങിപ്പോക്ക്. ജീവിതത്തിൽ മടങ്ങിപ്പോകുന്നു. എന്താണ് ബേതേലിൻ്റെ അനുഭവം എന്ന് നമുക്കറിയാം. ഈ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ ഈ യാക്കോബ് തൻ്റെ സഹോദരനെ ഭയപ്പെട്ട് ഹാരാനിലേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഹാരാനില് തൻ്റെ ലാബാന്റെ ഭവനത്തിലേക്ക് യാക്കോബ് യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ബേർഷേബയിൽ നിന്ന് ഹാനാനിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ആ ഒരു കല്ലെടുത്ത് തലയണയായി അവിടെ കിടന്നുറങ്ങിയപ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന കോവണിയെ സ്വപ്നം കണ്ടു. അവിടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. മാത്രമല്ല, സ്വർഗത്തിലെ ദൈവം അവനോട് സംസാരിക്കുന്നു, അവനോട് വാഗ്ദത്തം വചനങ്ങൾ കൊടുക്കുന്നു. അവനെക്കുറിച്ച് മാത്രമല്ല, അവൻ്റെ സന്തതിയെക്കുറിച്ചും വാഗ്ദത്തം കൊടുക്കുന്നു. നീ ഈ ദേശത്തേക്ക് മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം യാക്കോബിന് കൊടുക്കുന്നു. മാത്രമല്ല, അവിടെ യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് ആ തലേണയായി വെച്ച കല്ല് എടുത്ത് എണ്ണയൊഴിക്കുന്നതായിട്ട് നാം കാണുന്നു. യാക്കോബ് ദൈവത്തോട് ഒരു സമർപ്പണം പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതെല്ലാം നാം അവിടെ കാണുന്നുണ്ട്. കാലങ്ങൾ അങ്ങോട്ട് പഴകിപ്പോയപ്പോൾ, മുമ്പോട്ട് അങ്ങോട്ട് പോയപ്പോൾ യാക്കോബ് ഇതെല്ലാം മറന്നു. ഈ സമർപ്പണം എടുത്തതും ഈ സ്വപ്നം കണ്ടതും നിത്യനായ ദൈവം അവനോട് കൽപ്പിച്ചതെല്ലാം അവനങ്ങോട്ട് മറന്നുപോയി. ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങൾ ലഭിച്ചു. ഭൗതികമായ ഐശ്വര്യങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വന്നു. സമ്പത്ത് കിട്ടി, ദാസീദാസന്മാർ കിട്ടി, അതിസമ്പന്നനായി മാറി, ഒന്നിനും കുറവില്ല. എന്നാൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ വളരെ ദയനീയമായ ഒരു അനുഭവം ഉണ്ടായി. അവൻ്റെ ഏക മകളെ വളരെ വലിയ ഒരു വിഷമസ്ഥിതിയിലേക്ക് പോകുന്നതായിട്ടും ആ ശേഖേമിൽ ചെന്ന് പാർത്തതിൻ്റെതായ വളരെ ദയനീയമായ പരിണിത ഫലങ്ങൾ ആ മകൾക്ക് ഉണ്ടാകുന്നതായിട്ടും അവൾക്ക് പോരായ്മ വരുത്തിയതായിട്ടും നാം അവിടെ വായിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ദൈവമക്കളെ, ഇന്ന് യാക്കോബ് തീരുമാനമെടുത്തു, ഞാൻ ബേതേലിലേക്ക് മടങ്ങി വരികയാണ്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല ദോഷങ്ങൾക്കും കാരണം ഞാനാണ്, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ യാക്കോബിന് സംഗതി വന്നു. യാക്കോബ് മടങ്ങി വരികയാണ്. ദൈവമക്കളെ, സമർപ്പണത്തിലേക്ക് മടങ്ങി വരിക ദൈവമക്കളെ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാം വഴിയാത്രയിലൊക്കെ നമ്മൾ ഈ വാഹനം ഓടിച്ചു പോവുകയാണ്. വാഹനം ഓടിച്ചു പോകുമ്പോൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് എന്താണ്? ഈ വഴിയിലൂടെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ എന്തെങ്കിലും ഒരു കുറുക്കു വഴിയുണ്ടോ ആ ശരിയായ വഴിയിലേക്ക് പോകാൻ? അതിനുള്ള ശ്രമങ്ങൾ ആരോടെങ്കിലും ചോദിക്കും, എന്തെങ്കിലും വഴിയുണ്ടോ? മടങ്ങിപ്പോകാൻ തയ്യാറല്ല. വഴി തെറ്റിയത് എവിടെയാണെന്ന് വിചാരിച്ച് മടങ്ങിപ്പോകാൻ തയ്യാറില്ല. ഏതെങ്കിലും വഴിയിലൂടെ, കുറുക്കു വഴിയിലൂടെ ആ വഴിയിലേക്ക് കടക്കാൻ പറ്റുമോ എന്നാണ് പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്. ഈ ലോകത്തിൽ അങ്ങനെ സംഭവിക്കാം, പക്ഷേ ആത്മീക ജീവിതത്തിൽ അത് സാധ്യമല്ല. വഴി തെറ്റിയാൽ, ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ, എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നാം മടങ്ങി വന്ന് കർത്താവേ, ഇന്ന സ്ഥലത്ത് എനിക്ക് തെറ്റുപറ്റി, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ആഗ്രഹങ്ങളിൽ, എൻ്റെ മനോഭാവത്തിൽ കർത്താവെ ഇന്ന സ്ഥലത്താണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം മടങ്ങി വരണം. നാം മടങ്ങി വന്ന് ദൈവസന്നിധിയിലിരുന്ന് നമ്മെ തന്നെ തിരുത്തണം. എന്നിട്ട് യാത്ര ചെയ്താൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ ദൈവമക്കളെ. അത് തന്നെയാണ് ഇവിടെ യാക്കോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുന്നത്, നീ മടങ്ങി വരണമെന്ന്. ദൈവസന്നിധിയിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഞാൻ ഇന്ന് വഴിതെറ്റിയാണോ പോകുന്നത്? ഞാൻ ശരിയായ പാതയിലാണോ പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം തെറ്റുപറ്റി, വീഴ്ച പറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമക്കളെ, നാം ഒരു സമർപ്പണത്തിലേക്ക് മടങ്ങി വരണം. നാം എടുത്ത സമർപ്പണത്തിലേക്ക് മടങ്ങി വരണം ദൈവമക്കളെ. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, യോഹന്നാൻ സാർ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും ആ സമർപ്പണ വാക്യങ്ങൾ നമ്മെ കൊണ്ട് പറയിച്ചിട്ട് ആ തീരുമാനം എടുത്തിട്ടാണ് നാം മടങ്ങിപ്പോകാറുള്ളത്. ഏതെല്ലാം തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്നത് ദൈവമക്കളെ, ആ തീരുമാനങ്ങൾ നാം ഓരോ ദിവസവും പുതുക്കണം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ ദാസൻ, ഇന്നു മുതൽ ഞാൻ നിന്റെ ദാസി. യേശുവേ, ഇനി മുതൽ ഞാൻ പാപത്തിലേക്ക് പോകുകയില്ല. എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. സമർപ്പണങ്ങൾ നാം എത്ര തവണ എടുത്തു ദൈവമക്കളെ, എന്നാൽ ഇന്ന് നാം അതിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ഈ പഴയ നിയമത്തിൽ ഒരു പ്രവാചക പുസ്തകമുണ്ട്. ആ പ്രവാചക പുസ്തകത്തിൻ്റെ പ്രമേയം തന്നെ മടങ്ങി വരിക എന്നുള്ളതാണ്. മടങ്ങി വരിക എന്നുള്ളത് ഈ ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ, ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്ന ഒരു ചിന്തയുണ്ട്. ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ് മടങ്ങി വരിക, മടങ്ങി വരിക. ഏകദേശം ഒരു 47 തവണയെങ്കിലും ആ പ്രവചന പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവജനത്തോട് പറയുകയാണ് മടങ്ങി വരിക എന്ന്. ദൈവമക്കളെ, ഈ ഇരമ്യാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഈ ഇരമ്യാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ അരുളപ്പാട്, അവനെ ഈ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. ഇതാ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവനെ വിശുദ്ധീകരിച്ചു. ജാതികളുടെ പ്രവാചകനായി അവനെ അഭിഷേകം ചെയ്തു, നിയമിച്ചു എന്ന് ആ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. ഇതാ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അവൻ പലതും പറയുന്നുണ്ട്. പ്രവാചക ദൗത്യം താൻ സ്വീകരിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഇരമ്യാവ് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പ്രായക്കുറവുണ്ട്, എനിക്ക് പരിചയക്കുറവുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള ശേഷി കുറവുണ്ട്, ഇതെല്ലാം പറഞ്ഞെങ്കിലും ഈ ഇരമ്യാവിനെ തന്നെ ആ ദൗത്യം ദൈവം പരമേൽപ്പിച്ചു. ദൈവമക്കളെ, ഇരമ്യാവ് ഓടി നടന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അവൻ്റെ ഉറ്റവര് പോലും അവനെ അടിച്ച് ആമത്തിലിട്ടു, അവനെതിരെ ഗൂഢാലോചന നടത്തി, അവനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. ഏറെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് ഈ പ്രവാചകൻ കടന്നു പോകുന്നത്. എങ്കിലും അവൻ തളർന്നില്ല. ദൈവീക സന്ദേശം ഇതാ ജനത്തിന് പകർന്നു കൊടുത്തു. ഈ യഹൂദ ജനം, ഈ ഇസ്രായേൽ ജനം ഇങ്ങനെ പോയാൽ അവർ നശിച്ചു പോകും, ഇവർ നാശത്തിലേക്കാണ് പോകുന്നത്, അതിദാരുണമായ ഒരു അന്ത്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്ന് ഈ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറഞ്ഞു. നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ മടങ്ങി വരണമെന്ന്. നാളുകളായി നാം വചനം കേൾക്കുന്നവരാണ്. ഇന്ന് നാം ജീവിതത്തിൽ സമർപ്പണമെടുക്കണം. കർത്താവേ, എനിക്ക് മടങ്ങി വരണം. എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ഇങ്ങനെ വചനത്തിന് വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, എഴുന്നേറ്റ് പോകുന്നു, എന്നാൽ എൻ്റെ സമർപ്പണത്തിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ സമർപ്പണത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും പിന്മാറ്റത്തിലേക്ക് പോകുന്നു. എന്നാൽ കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ നിൻ്റെ സന്നിധിയിലിരുന്ന് തീരുമാനം എടുക്കുകയാണ്. കർത്താവേ,
ഞാൻ മടങ്ങി വരുന്നു, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. ദൈവമക്കളെ, എങ്ങനെയാണ് മടങ്ങി വരുവാൻ സാധിക്കുന്നത്? ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മടങ്ങി വരുവാൻ സാധിക്കുന്നത്? ഹോശേയ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തം അല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെ ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അനുതാപ വാക്യത്തോടെ മടങ്ങി വരിക, ജീവിതത്തിൽ അനുതാപത്തോടെ മടങ്ങി വരിക, ജീവിതത്തിൽ തകർന്ന ഹൃദയത്തോടെ മടങ്ങി വരിക. ജീവിതത്തിൽ തെറ്റുപറ്റി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആ തെറ്റ് സംഭവിച്ചപ്പോൾ നിന്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചു, എൻ്റെ യേശു എത്രമാത്രം എന്നെ വേദനിച്ചു. എന്നെ രക്ഷിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം, എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് ഇത്രത്തോളം നടത്തിയ എൻ്റെ യേശു, എൻ്റെ ദൈവമേ, നീ എത്രമാത്രം എന്നെ കണ്ട് കരഞ്ഞു കർത്താവേ. ആരും കണ്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആ പാപം വന്നപ്പോൾ എൻ്റെ ഭർത്താവ് കണ്ടില്ല, എൻ്റെ ഭാര്യ കണ്ടില്ല, എൻ്റെ മാതാപിതാക്കൾ കണ്ടില്ല. എന്നാൽ എൻ്റെ കർത്താവേ, നീ എന്നെ കണ്ടല്ലോ, നീ ഇതെല്ലാം കണ്ടല്ലോ കർത്താവേ. എൻ്റെ യേശുവേ, നിന്നെ മറയ്ക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ കർത്താവേ. നിന്റെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നവുമായിട്ട് കിടക്കുന്നല്ലോ കർത്താവേ. അനുതാപത്തോടെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവമക്കളെ, അനുതാപ വാക്യത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. അനുതാപ വാക്യത്തോടെ നാം ദൈവസന്നിധിയിൽ മടങ്ങി വരിക. ദൈവമക്കളെ, നിങ്ങൾ ആരും ഈ വചനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മെ തന്നെ പരിശോധിച്ച്, ഓരോരുത്തരും അവരവരെ തന്നെ പരിശോധിച്ച് പാപങ്ങളെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് അനുതാപ വാക്യത്തോടെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ദൈവമക്കളെ, ഈ പുതിയ നിയമം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ, അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതില് ഒരു ഇളയ മകനെ കാണാം. നമുക്ക് നല്ല സുപരിചിതമായ വേദഭാഗമാണ്, സുപരിചിതമായ വേദഭാഗം. അവൻ മടങ്ങി വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരിക്കൽ വരേണ്ടുന്ന പങ്ക് എനിക്ക് വേണമെന്ന് അപ്പൻ്റെ മുമ്പിൽ നിന്ന് അവകാശത്തോടെ എല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് യാത്ര ചെയ്ത ആ മകൻ മടങ്ങി വരികയാണ്. അവൻ്റെ ജീവിതത്തിൽ അനുതാപത്തോടെ അവൻ മടങ്ങി വരികയാണ്. അവനെന്താണ്? അവനെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നത്, അവന് സുബോധം ലഭിച്ചു എന്നാണ് പറയുന്നത്. സുബോധം ലഭിച്ചു. എന്താ സുബോധത്തിൻ്റെ ലക്ഷണം? സുബോധം പ്രാപിച്ചപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ അപ്പൻ എന്ന്. ഹല്ലേലൂയ, എൻ്റെ അപ്പൻ. ഹല്ലേലൂയ, എൻ്റെ അപ്പനാണ് സ്വർഗത്തിലെ അപ്പൻ, നമ്മുടെ അപ്പൻ. ദൈവമക്കളെ, സുബോധം ലഭിക്കുന്നതിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? എൻ്റെ അപ്പനെ കുറിച്ചുള്ള ചിന്ത, സ്വർഗസ്ഥനായ എൻ്റെ അപ്പനെ കുറിച്ചുള്ള ആ ചിന്തയാണ് നമ്മെ, ദൈവമക്കളെ, സുബോധത്തിലേക്ക് നടത്തുന്നത്. ഇതാ അവൻ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ, ഉടനെ എഴുന്നേറ്റു. പന്നികളുടെ ഇടയിൽ നിന്ന് അവൻ എഴുന്നേറ്റു എന്ന് നാം വായിക്കുന്നു. അതിൻ്റെ 18-ാം വാക്യം, ഞാൻ എഴുന്നേറ്റ് ഞാൻ ചെന്ന് ഞാൻ പറയും. 3 വാക്യങ്ങൾ. ആ 18ഉം 19ഉം വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ 3 കാര്യം അവൻ തീരുമാനിച്ചു. ഇതാ സുബോധം പ്രാപിച്ചവൻ, സുബോധം കിട്ടിയവൻ 3 കാര്യം തീരുമാനിക്കുകയാണ്. 1, ഞാൻ എഴുന്നേൽക്കും, ഞാൻ ചെല്ലും, ഞാൻ പറയും. ഹല്ലേലൂയ, 3 കാര്യങ്ങൾ അവൻ തീരുമാനിക്കുകയാണ്. സുബോധത്തിൻ്റെ ലക്ഷണമാണ്. അവന് ന്യായീകരണം ഒന്നും പറയാനില്ല. എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൻ തന്ന സ്വത്തും സമ്പത്തും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് വെറും കൈയായിട്ടാണ് ഇന്ന് അപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. അവൻ തീരുമാനിക്കുകയാണ്, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു മകനെയാണ് നാം അവിടെ കാണുന്നത്. ദൈവമക്കളെ,
അവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും അവൻ്റേതായ സമർപ്പണം പറയുന്നതിന് മുമ്പ്, അവൻ്റേതായ അനുതാപവാക്യങ്ങൾ പറയുന്നതിന് മുമ്പ് അപ്പൻ 5 കാര്യം ചെയ്തു. ഹല്ലേലൂയ. 1, അവനെ ദൂരത്ത് നിന്ന് കണ്ടു. ഹല്ലേലൂയ. 2, മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. 3, ഓടിച്ചെന്നു. ഹല്ലേലൂയ. 4, അവനെ കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. 5, അവനെ ചുംബിച്ചു. ഈ 5 കാര്യങ്ങൾ അപ്പൻ ചെയ്തതിന് ശേഷമാണ് ആ മകനെ ഒന്ന് മിണ്ടിപ്പിച്ചേ ഉള്ളൂ. ദൈവമക്കളെ, നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്നേഹനിധിയായ ഒരു അപ്പനുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. സ്നേഹനിധിയായ ഒരു അപ്പനുണ്ട്. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അവൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അവനാണ് എനിക്ക് അനുതാപം തരുന്നത്. എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് അനുതാപം തരുന്നത്. ദിനം പ്രതി ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ പാപത്തെ ഓർത്ത് കരയാനുള്ള ശക്തി തരുന്നത്, ആ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് ആക്കി തരുന്നത് ആ അപ്പനാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുതാപം വേണമോ? ഹല്ലേലൂയ. അനുതാപ വാക്യങ്ങളോടെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അപ്പാ, ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്, എന്നെ സ്വീകരിക്കണമേ. എന്നെ കൂലിക്കാരനെ പോലെ അല്ല കർത്താവേ, നിന്റെ ദാസനെ പോലെ എന്നെ സ്വീകരിക്കണമേ. എന്നെ വീണ്ടെടുക്കണമേ. എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകല്ല കർത്താവേ. നിത്യതയിൽ കർത്താവേ ഞാനില്ലാതെ പോകരുതേ കർത്താവേ. ഞാൻ ഓടി അധ്വാനിച്ചു, കൂട്ടായ്മയ്ക്ക് വന്നു, ഞാൻ നഷ്ടപ്പെട്ടു പോകല്ല കർത്താവേ. ഇതാ വിശേഷ വസ്ത്രവുമായി ഹല്ലേലൂയ അപ്പൻ കാത്തിരിക്കുകയാണ്. അപ്പൻ നിന്നിൽ ഹല്ലേലൂയ നിന്റെ പാപങ്ങളെല്ലാം മറയ്ക്കുവാൻ ഹല്ലേലൂയ ഇതാ വിശേഷ വസ്ത്രവുമായി, ആ സ്വർഗീയ വസ്ത്രവുമായി, ആ നീതിയുടെ വസ്ത്രവുമായി അവൻ കാത്തിരിക്കുകയാണ്. ദൈവമക്കളെ, എത്ര പഴിച്ചാലും എത്ര പാപം നിന്റെ ജീവിതത്തിൽ വന്നാലും ഹല്ലേലൂയ അതൊന്നും നോക്കാതെ ഹല്ലേലൂയ ആ പന്നിയുടെ മണമുള്ള ആ മകന്റെ മേൽ ഹല്ലേലൂയ ആ വിശേഷ വസ്ത്രയിട്ട ജീവനുള്ള ദൈവം ഇന്നും നമ്മെ മാടി വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച ദൂതുകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു മടങ്ങി വരവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞങ്ങൾക്ക് പുതുക്കം ആവശ്യമാണ്. ഞങ്ങൾക്ക് വലിയ സമർപ്പണം ആവശ്യമാണ്. പ്രതികൂലങ്ങളുടെ കാറ്റുകൾ ആഞ്ഞടിക്കുന്നു കർത്താവേ. പ്രശ്നങ്ങൾ ഓടി ഓടി വരുന്നു കർത്താവേ. ഈ പ്രതികൂലങ്ങളുടെ കാലയളവിൽ അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഈ ദുർഘട സമയത്തെ അതിജീവിക്കുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവേ. നിന്റെ ക്രൂശിന്റെ പാദത്തിലേക്ക് കർത്താവേ, ആ കുരിശിന്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.